തുമ്പപ്പൂക്കളം പൂർണ്ണമാവില്ല. തൃക്കാക്കരയപ്പന് ഏറ്റവും പ്രിയങ്കരമായ പുഷ്പം വിനയത്തിന്റെ പ്രതീകമായ തുമ്പപ്പൂവാണെന്നാണ് വിശ്വാസം. ഓണം വരുമ്പോഴാണ് നമ്മളിൽ പലരും തുമ്പയെ പറ്റി ഓർക്കുന്നത് പോലും. തുമ്പയുടെ ഔഷധ ഗുണങ്ങൾ അറിഞ്ഞാൽ മനസ്സിലാവും ഓണത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കേണ്ട ചെടിയല്ല തുമ്പയെന്ന്. തുളസിയെ പോലെ തന്നെ ഔഷധ ഗുണമുള്ള ചെടിയാണ് തുമ്പയും. തുമ്പച്ചെടിയുടെ ഇലയും പൂവും വേരും എല്ലാം ഔഷധ ഗുണമുള്ളവയാണ്. തുമ്പയ്ക്കും ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ, ആന്റി ഇൻഫ്ലമേറ്ററി, ഇൻസെക്ടിസൈഡൽ, അനർജസിക് എന്നീ പ്രോപ്പർട്ടീസ് ഉണ്ട്. തുമ്പയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന എസെൻഷ്യൽ ഓയിലുകൾ രോഗകാരികളായ സാൽമണല്ല ടൈഫി, ഈകൊലൈ, സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, വിബ്രിയോ കോളറെ തുടങ്ങിയ രോഗകാരികളായ ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നു. തുമ്പ പ്രധാനമായും 3 തരത്തിലാണുള്ളത്, അതായത് തുമ്പ, കരിന്തുമ്പ, പെരുന്തുമ്പ എന്നിവ. ഇതിന് 3നും ഔഷധ ഗുണങ്ങളുണ്ട്. ഇനി നമുക്ക് തുമ്പയുടെ ഔഷധ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. തുമ്പയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. തുമ്പയുടെ പ്രധാനപ്പെട്ട 10 ഔഷധ ഗുണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തുമ്പയ്ക്ക് ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ അലർജി, ചൊറിച്ചിൽ, മുഖക്കുരു, കറുത്ത പാടുകൾ, സൺബേൺ എന്നിവ മാറ്റാൻ തുമ്പ നീര് ഉപയോഗിക്കാം. മുഖക്കുരുവും കറുത്ത പാടുകളും ഒക്കെ മാറാൻ വളരെ എഫക്റ്റീവ് ആണ് ഈ തുമ്പപ്പൂ ഫേസ് പാക്ക്. ഓണം കഴിഞ്ഞിട്ട് തുമ്പപ്പൂ എടുക്കാമെന്ന് കരുതി, അതുകൊണ്ടാണ് ഇപ്പൊ പറയാത്തത്. രണ്ടാമതായി പറയുന്നത് തേളിന്റെയോ ഏതെങ്കിലും പ്രാണികളുടെയോ കടിയേറ്റാൽ തുമ്പനീര് പുരട്ടുന്നത് നല്ലതാണ്. നീരും വേദനയും ഒക്കെ മാറാൻ ഇത് സഹായിക്കും. പണ്ട് കാലത്ത് പാമ്പിൻ വിഷമേറ്റാൽ തുമ്പനീര് പുരട്ടിയിരുന്നതായും പറയുന്നു. മൂന്നാമതായി പറയുന്നത് തുമ്പയും തുളസിയും ഇട്ട് തിളപ്പിച്ച് വെള്ളം ഉപയോഗിച്ച് ആവി കൊള്ളുന്നത് ജലദോഷവും സൈനസൈറ്റിസും ഒക്കെ മാറാൻ നല്ലതാണ്. സൈനസൈറ്റിസിന് തുമ്പയുടെ നീര് ഉപയോഗിച്ച് നസ്യം ചെയ്യുന്നത് വളരെയധികം എഫക്റ്റീവ് ആണ്. എന്നാൽ നസ്യം ചെയ്യുന്നത് ഒരു ഡോക്ടറുടെ നിരീക്ഷണത്തിൽ മാത്രമേ ചെയ്യാവൂ. കാരണം സ്വന്തമായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നാലാമതായി പറയുന്നത് ശരീരത്തിന് പുറമെ എന്തെങ്കിലും മുറിവുണ്ടായാൽ തുമ്പനീര് പുരട്ടുന്നത് മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കും. അതുപോലെ തന്നെ വ്രണ ചികിത്സയ്ക്കും തുമ്പനീര് ഉപയോഗിക്കാം. അഞ്ചാമതായി പറയുന്നത് തുമ്പയ്ക്ക് എക്സ്പെക്ടറന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ചുമയും കഫക്കെട്ടും ഒക്കെ ഉണ്ടെങ്കിൽ തുമ്പനീര് 1 സ്പൂൺ വീതം ദിവസവും കുടിക്കുന്നത് നല്ലതാണ്. ആറാമതായി പറയുന്നത് തുമ്പയിലെ നീര് നെറ്റിയിൽ പുരട്ടുന്നത് തലവേദന മാറാൻ വളരെയധികം നല്ലതാണ്. ഏഴാമതായി പറയുന്നത് നേത്രരോഗങ്ങൾക്ക് തുമ്പയിലിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് കണ്ണ് കഴുകുന്നത് നേത്രരോഗങ്ങൾ ശമിപ്പിക്കാൻ സഹായിക്കും. എട്ടാമതായി പറയുന്നത് തുമ്പയിലെ നീരും തേനും ചേർത്തോ അല്ലെങ്കിൽ തുമ്പക്കുടവും തുളസി വിത്തും സമം ചേർത്തരച്ച് തേനിൽ ചേർത്ത് കഴിക്കുന്നത് കുട്ടികളിലെ വിരശല്യം മാറാൻ നല്ലതാണ്. ഇനി 9ാമതായിട്ട് പറയുന്നത് പ്രസവാനന്തരം അണുബാധ ഉണ്ടാകാതിരിക്കാനായിട്ട് തുമ്പയില ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നത് നല്ലതാണ്. 10ാമതായി പറയുന്നത് തുമ്പയ്ക്ക് ആന്റിപൈററ്റിക് ആക്ഷൻ ഉണ്ട്, അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ട് പനിയുള്ളപ്പോൾ തുമ്പനീര് കരിക്കിൻ വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് പനി മാറാൻ നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് തുമ്പ. ഓണക്കാലം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലും ഒക്കെ തുമ്പ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ തുമ്പപ്പൂ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തുമ്പപ്പൂ അല്പം പായസത്തിലോ അല്ലെങ്കിൽ സലാഡിലോ അല്ലെങ്കിൽ ചമ്മന്തിയിലോ ദോശയിലോ ഒക്കെ ചേർത്തിട്ട് കഴിക്കുന്നത് ആരോഗ്യത്തിനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. കാരണം തുമ്പയിൽ ധാരാളം ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അറിവുകൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക.